ഏറെ കൗതുകമുള്ള ഒരു വാർത്തയെക്കുറിച്ചാണ്. പാരമ്പര്യ ശത്രുക്കളായ ഇന്ത്യയുടെ ദേശഭക്തി ഗാനം പങ്കുവച്ചിരിക്കുകയാണ് പാകിസ്ഥാനിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടി. ഭരണപക്ഷ പാർട്ടിയായ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് ഷെരീഫ് പക്ഷമാണ് എക്സ് പ്ലാറ്റ്ഫോമിൽ വിവാദമായ എന്നാൽ ഏറെ കൗതുകമുള്ള വീഡിയോ പങ്കുവച്ചത്. മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ ദൃശ്യങ്ങൾക്കൊപ്പം അദ്ദേഹം രാജ്യത്തിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങളെ കുറിച്ച് പറയാനാണ് ഇന്ത്യയുടെ ദേശഭക്തി ഗാനവും ചേർന്ന വീഡിയോ എക്സിൽ അവർ പങ്കുവച്ചത്. ഈ പോസ്റ്റ് ഇപ്പോൾ വൈറലാകുകയാണ്. സിദ്ധാർത്ഥ് മൽഹോത്ര നായകനായി 2021 പുറത്തിറങ്ങിയ ഷേർഷാ എന്ന ചിത്രത്തിലേതാണ് ഗാനം. കാർഗിൽ യുദ്ധം പശ്ചാത്തലമാകുന്ന ചിത്രമാണിത്. ഇന്ത്യൻ അതിർത്തിക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറിയ പാകിസ്ഥാൻ പട്ടാളക്കാരെ ധീരമായി എതിരിടുന്ന ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ കഥ പറയുന്ന ചിത്രത്തിലെ പാട്ട് തന്നെയാണ് വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വീഡിയോയുടെ പേരിൽ പാകിസ്ഥാനിൽ നവാസ് ഷെരീഫിന്റെ പാർട്ടി വലിയ വിമർശനം നേരിടുകയാണ്. 1999 കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ നവാസ് ഷെരീഫ് ആയിരുന്നു പ്രധാനമന്ത്രി. യുദ്ധത്തിലേറ്റ പരാജയത്തിന് ശേഷം കാർഗിൽ യുദ്ധം പാകിസ്ഥാന് പറ്റിയ പിഴവായിരുന്നുവെന്ന് അദ്ദേഹം തുറന്നു സമ്മതിച്ചിരുന്നു. ഇതേ തുടർന്നാണ് സൈനിക മേധാവിയായ പർവേസ് മുഷറഫ് നവാസ് ഷെരീഫിനെ സ്ഥാനഭ്രഷ്ടനാക്കിക്കൊണ്ട് പാകിസ്ഥാനിൽ അധികാരത്തിൽ വരുന്നത്. പാകിസ്ഥാനെ പട്ടാള ഭരണത്തിലേക്ക് തള്ളിവിട്ട കാർഗിൽ യുദ്ധ പരാജയത്തിന് കാരണമായ ഇന്ത്യൻ സൈനികരുടെ ധീരതയെ വാഴ്ത്തുന്ന സിനിമാ ഗാനമാണ് ഇപ്പോൾ നവാസ് ഷെരീഫിനെ പുകഴ്ത്തുവാൻ ഭരണപക്ഷ പാർട്ടി ഉപയോഗിച്ചിരിക്കുന്നത് എന്നതാണ് ഏറെ കൗതുകം. ഷേർഷായിലെ മനോജ് മുന്താഷിർ എഴുതി ബി പ്രാഗ് ആലപിച്ച മൻ ഭറിയ എന്ന ഗാനമാണ് നവാസ് ഷെരീഫിന്റെ ദൃശ്യത്തോടൊപ്പം PMLN എക്സിൽ പങ്കുവച്ചിരിക്കുന്നത്. ഇതേ ഗാനം അക്ഷയ് കുമാർ നായകനായ കേസരി എന്ന ചിത്രത്തിലും ഉപയോഗിച്ചിരുന്നു. കാർഗിൽ യുദ്ധത്തിലെ ധീര രക്തസാക്ഷി ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ ജീവിതം ആസ്പദമാക്കിയ ചിത്രമായിരുന്നു ഷേർഷാ. കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാൻ പട്ടാളക്കാർ കയ്യേറിയ പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച സൈനികനായിരുന്നു ക്യാപ്റ്റൻ വിക്രം ബത്ര. അദ്ദേഹത്തിന്റെ അസാമാന്യ ധൈര്യം കൊണ്ട് സുഹൃത്തുക്കൾ നൽകിയ പേരാണ് ഷേർഷാ. വിക്രം ബത്രയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ പട്ടാളം പാക് സൈന്യത്തിന്റെ 8ഓളം പോയിന്റുകൾ തിരിച്ചുപിടിച്ചു. മാരകമായ മുറിവേറ്റിട്ടും യുദ്ധമുഖത്ത് നിന്ന് പിന്മാറുവാൻ ആ ധീര സൈനികൻ തയ്യാറായില്ല. ഒടുവിൽ മുറിവേറ്റ മറ്റൊരു സൈനികനെ സഹായിക്കുന്നതിനിടെ ശത്രുക്കളുടെ വെടിയേറ്റ് വിക്രം ബത്ര വീരസ്വർഗം പുൽകുകയായിരുന്നു. ഒന്നുകിൽ ദേശീയ പതാക ഉയർത്തി വീശിക്കൊണ്ട് ഞാൻ തിരിച്ചു വരും, അല്ലെങ്കിൽ അത് പുതച്ചുകൊണ്ട് തിരിച്ചു വരും. യുദ്ധമുഖത്തേക്ക് പോകുന്നതിന് മുമ്പ് ക്യാപ്റ്റൻ വിക്രം ബത്ര പറഞ്ഞ വാക്കുകളാണിത്. മരണാനന്തര ബഹുമതിയായി രാജ്യം പരമോന്നത സൈനിക ബഹുമതിയായ പരംവീർ ചക്ര മരണാനന്തര ബഹുമതിയായി രാജ്യം അദ്ദേഹത്തിന് നൽകി ആദരിച്ചിരുന്നു. ഇപ്പോൾ വിക്രം ബത്രയുടെ ധീരതയെ വാഴ്ത്തുന്ന ഗാനം നവാസ് ഷെരീഫിന്റെ പാർട്ടി തന്നെ പങ്കുവച്ചത് ഒരുപക്ഷെ ആ ധീര സൈനികന് കാലം കാത്തുവച്ചിരുന്ന ബഹുമതിയായിരിക്കാം. ऑपरेशन विजय के दौरान 20 जून 1999 को डेल्टा कंपनी कमांडर कैप्टन विक्रम बत्रा को .5140 पर आक्रमण करने का दायित्व सौंपा गया. कैप्टन विक्रम बत्रा के पिता श्री गिरधारी लाल बत्रा. Shri Girdhari Lal Datta, Shri Girdhari Lal Batra, father of late Captain Vikram Batra, receiving the Paramveer Chakra for the sacrifice